Good morning. Good morning, miss. Good morning, miss. Good morning. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരുന്നോളൂ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കുക. വീഡിയോ ഓഫ് ചെയ്തിട്ട് ഒരാളും ക്ലാസ്സിൽ ഇരിക്കേണ്ടതില്ല. Can you hear me? Yes, miss. എല്ലാവരും വീഡിയോ ഓൺ ആക്കിക്കോളൂ. ക്ലാസ് കഴിയുന്നത് വരെ വീഡിയോ ഓഫ് ചെയ്യാതിരിക്കുക. Okay, miss. എല്ലാവരും ഒരു പ്രാവശ്യം പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. ഒരു തവണ മാത്രം പ്രസന്റ് ടൈപ്പ് ചെയ്താൽ മതി. Good morning, miss. ഗുഡ് മോർണിംഗ്. ആയദേവ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇഞ്ചക്ഷൻ എടുത്തോ? ആ ഇപ്പൊ എടുക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് ഞാൻ വിളിക്കാട്ടോ. ക്ലാസ്സിൽ കയറിയവരെല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരുന്നേ. മിസ് പേര് വിളിക്കേണ്ടി വരും ഓരോരുത്തരുടെയും. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരെ ഞാൻ ക്ലാസ് ഒന്ന് റിമൂവ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. Take your Hindi textbook. Take your Hindi textbook. അദ്വൈതിനെ കാണുന്നില്ലല്ലോ. ഓക്കെ. അദ്വൈതേ ഗുഡ് മോർണിംഗ്. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. Good morning, miss. പറയാത്തവരോടാ പറഞ്ഞേ. Good morning, miss. Good morning, miss. Good morning, miss. ഗുഡ് മോർണിംഗ്. Good morning, miss. അദ്വൈതിന്റെ അടുത്ത് ആരുമില്ലല്ലോ. അത് ഒറ്റക്കല്ലേ ഇന്ന് മുതലേ? അടുത്ത ആരുമില്ലല്ലോ. ഞാൻ അടുത്ത് നോക്കൂ, ഇടക്കിടക്ക് വന്ന് നോക്കുവേ. നിന്റെ അടുത്ത ഒരാളെ ഞാൻ കാണാൻ പാടില്ല. ഓക്കെ അല്ലേ? നമുക്ക് തുടങ്ങാം. Yes, miss. Miss homework തന്നായിരുന്നു. അതെ, ഹോംവർക്ക് ചെയ്തായിരുന്നു, തന്നായിരുന്നു അല്ലേ? പക്ഷെ എന്ത് ചെയ്യാം, എല്ലാരും ഒന്നും ചെയ്ത് കാണുന്നില്ലല്ലോ. എല്ലാവരും ചെയ്തിട്ടൊന്നും അയച്ചിട്ട് കാണുന്നില്ലോ. എന്ത് പറ്റി? ചെയ്തു മിസ്. അയക്കാത്തവരോടാ ചോദിച്ചത്. അയച്ചത് വരെ ആരൊക്കെയാന്ന് മിസ്സിന്റെ ലിസ്റ്റ് ഉണ്ട് മിസ്സിന്റെ കയ്യില്. അയക്കാത്തവര് കൊറേ പേരുണ്ട്. എന്ത് പറ്റി? ചിലപ്പോ നോട്ട് അയച്ചവർ ഏതെങ്കിലും നോക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് മിസ് നോക്കും കേട്ടോ. മിസ്സിനന്ന് സുഖമില്ലാതെ പറഞ്ഞില്ലേ, അതിനുശേഷം തലവേദനയിലൊക്കെയാണ് ഫോൺ നോക്കുമ്പോ, കുറെ സമയം നോക്കുമ്പോ. കുറെ കുട്ടികൾക്കൊക്കെ എഴുതി അയച്ചുന്നത് കുറെ പേരുടെയും ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ തിരിച്ചയച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്തിട്ട്. ഇനി ആരുടെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അതിന് മുന്നേ അയച്ചു കേട്ടോ. ഇനി നോട്ട് അയച്ചു തരാത്തവരാരൊക്കെയാ? നോട്ട് കംപ്ലീറ്റ് ആയിട്ട് അയച്ചു തരാത്തവരാരൊക്കെയാ? ഞാൻ നിങ്ങളോട് എല്ലാ പ്രാവശ്യവും പറയാറില്ലേ, നിങ്ങൾ നോട്ട്, നിങ്ങൾക്ക് തരുന്ന വർക്കുകള് നോട്ട് മാത്രല്ല, ടെക്സ്റ്റ് ബുക്കിലെ വർക്ക് ഉണ്ട്, കോപ്പി റൈറ്റിംഗ് ഉണ്ട് ഇല്ലേ? കോപ്പി റൈറ്റിംഗും ഇല്ലേ? അപ്പൊ ഒരാൾ അയച്ചു തരുമ്പോ ഷംവീല ഇപ്പൊ അയക്കുന്നെങ്കിൽ ഷംവീൽ എന്ത് ചെയ്യണം? നോട്ട്ബുക്ക് അയച്ചു തരണം, ടെക്സ്റ്റ് ബുക്കിലെ വർക്ക് അയച്ചു തരണം, അതിന്റെ കൂടെ കോപ്പി റൈറ്റിംഗും അയച്ചു തരണം. എന്നാലേ ഒരാളുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആവുള്ളൂ.
അല്ലാതെ ഏതെങ്കിലും ഒരു പാഠത്തിന്റെ കുറച്ച് മീനിങ് മിസ്സിന് അയച്ചു തന്നു. അങ്ങനെ അയച്ചു തന്നിട്ട് കാര്യമുണ്ടോ? വീണ്ടും മിസ് ചോദിക്കണം കോപ്പി റൈറ്റിംഗ് എവിടെ, ക്വസ്റ്റ്യൻ ആൻസർ എവിടെ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അതില് കംപ്ലീറ്റ് ആക്കാത്തവരാരൊക്കെയാ മിസ് ഇപ്പൊ പറഞ്ഞുതരാം. അലൻ കംപ്ലീറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇതുവരെയുള്ള ലെസൺ കംപ്ലീറ്റ് അല്ലേ മോനെ? അലൻ കോപ്പി റൈറ്റിംഗ് കൂടി അയച്ചോ? Yes. നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് വെനസ്ഡേ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള പേജ്, ലാസ്റ്റ് പേജ് പറഞ്ഞ എത്രയാണോ അത്രയും കംപ്ലീറ്റ് ആക്കിയോ എന്നാണ്. ടെക്സ്റ്റ് നോട്ടും കംപ്ലീറ്റ് ഉണ്ടോ നിങ്ങൾ സ്വയം ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കുക. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്തിരുന്ന എല്ലാവരും നിങ്ങളൊന്ന് കാണട്ടെ മിസ്. കുറെ നാളായില്ല നിങ്ങളൊന്നും കാണാത്തെ. ആരും വീഡിയോ ഓഫ് ചെയ്യണ്ട കേട്ടോ. ക്ലാസ് കഴിഞ്ഞവരെ ആരും വീഡിയോ ഓഫ് ചെയ്യണ്ട കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ പഠിപ്പിച്ചത്? 5ാമത്തെ ലെസൺ ആണോ? ലെസന്റെ പേരൊന്ന് പറഞ്ഞു എല്ലാവരും. രാഷ്ട്രീയ സുബ്രഹ്മണ്യ ഭാരതി. രാഷ്ട്രകവി സുബ്രഹ്മണ്യ ഭാരതി. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും വർക്കും ഒക്കെ പറഞ്ഞോ? പേജ് നമ്പർ 31 വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞോ? എല്ലാരും നോക്കിയേ, ഒന്ന് ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കിയേ. പേജ് നമ്പർ 31 വരെ പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് കംപ്ലീറ്റ് ആക്കും. അപ്പൊ അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? മിസ് ഇടക്ക് സമയം നിങ്ങളെ ലെസൺ വായിപ്പിക്കും കേട്ടോ. ഓരോരുത്തരെയും വായിപ്പിക്കുവേ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലെസൺ എടുക്കാം. പേജ് നമ്പർ 32 ഗുഡി പഡ്വ. ഗുഡി പഡ്വ കണ്ടോ നിങ്ങള്? നമുക്ക് നോക്കാം എന്താ അതെന്ന്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കണം. വീഡിയോ ഒരാളും ഓഫ് ചെയ്യരുത്. ഇനി മിസ് അത് വീണ്ടും വീണ്ടും പറയില്ല. ക്ലാസ് കഴിയുന്നത് വരെയും വീഡിയോ ഓഫ് ചെയ്യരുത്. ഏത് ക്ലാസ്സിലും നിങ്ങൾ ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ മിസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, എല്ലാ ക്ലാസ്സിലും വീഡിയോ ഓൺ ചെയ്തിരിക്കുക. അനാവശ്യമായി ലീവ് എടുക്കാതിരിക്കുക. എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം. ചില ക്ലാസ് കഴിഞ്ഞിട്ട് മിസ് കാണാറുണ്ട് ഗ്രൂപ്പില് കുറേ പേര് ലിസ്റ്റ് ഉണ്ടാവും. ഞാൻ വിചാരിച്ചു ഇവർക്കൊക്കെ നല്ല ഫുൾ മാർക്ക് കിട്ടിയ ലിസ്റ്റാണ്. അപ്പൊ അല്ല, ലീവ് എടുത്തതാണ്, ആബ്സെന്റ് ആയവരെ ലിസ്റ്റാണ്. ഈ ആബ്സെന്റ് ആയവര് ശ്രദ്ധിക്കേണ്ട കാര്യം, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ആബ്സെന്റ് ആവുക. അങ്ങനെ അഥവാ ഏതെങ്കിലും ക്ലാസ് ആബ്സെന്റ് ആവുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? വീട്ടിലെ പേരൻസിനോട് പറഞ്ഞിട്ട് ഏത് ടീച്ചറുടെ ക്ലാസ് ആണോ ആ ടീച്ചർക്ക് വോയിസ് മെസ്സേജോ വാട്സപ്പിൽ മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ ചെയ്യുക. ക്ലാസ്സിന്റെ ടൈമിൽ കോൾ ചെയ്യണമെന്നല്ല മിസ് പറഞ്ഞത്, അതിനു മുന്നേ ഒരു വിവരം കൊടുക്കുക. കാരണം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആബ്സെന്റ് ആയി കാണുമ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും ഓരോ മിസ്സും വിളിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ കിട്ടുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിലപ്പോൾ വിളിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് കാരണമായിക്കോട്ടെ, ആബ്സെന്റ് ആണെങ്കിൽ മക്കള് പേരൻസിനോട് പറയണം. ഏത് ടീച്ചറുടെ ക്ലാസ് ആണോ അവർക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വിടുക, ഇല്ലെങ്കിൽ ഒരു വോയിസ് കോൾ, എന്തെങ്കിലും ആയിക്കോട്ടെ. ക്ലാസ് ടൈമിൽ വിളിക്കരുത് മാത്രം. വിവരം കൊടുക്കണം എന്തുകൊണ്ടാണ് ആബ്സെന്റ് ആയതെന്ന്. നിങ്ങൾ എല്ലാവരും ചെയ്യില്ലേ? അത് എല്ലാവരും ചെയ്യുമല്ലേ? ലീവ് എടുത്തു കഴിഞ്ഞാലേ മറന്നു പോകല്ലേ ആരും. അത് മറന്നു പോകരുത്. ഏത് മിസ്സിനാണോ ക്ലാസ് നിങ്ങൾക്ക് ലീവ് വേണ്ടത് ആ മിസ്സിന് നിങ്ങൾ വിവരം കൊടുത്തിരിക്കണം. ഓക്കെ? എന്താ ദേവഞ്ജന? ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ദേവാഞ്ജനക്ക് ഞാൻ ഒരു തവണയും കൂടി വാട്സപ്പിൽ അയച്ചുതരാം. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിലും അയച്ചിട്ടുണ്ടായിരുന്നു. സെബ വീഡിയോ ഓൺ ചെയ്തേ. സെബ, ഫാത്തിമ, മെഹഫൂസ, ശ്രീദേവ്, ഇനി ഞാൻ പേര് വിളിക്കില്ല, ഇത് ലാസ്റ്റ് ആണ്. വീഡിയോ ഓഫ് ചെയ്യണ്ട.
ഗുഡി പഡ്വ പേജ് നമ്പർ 32 എല്ലാവരും എടുത്തു വെച്ചേ. അദ്വൈതിനെ കാണുന്നില്ലല്ലോ. എന്താ ഇടക്കിടക്ക് മിസ്സായി പോന്ന്? ആ ഗുഡി പഡ്വ പാഠ് കാ പരിചയ്. ആ പാഠത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയാണ്. इस पाठ में गुड़ी पड़वा पर्व को मनाने की प्राचीन मान्यताएं, पर्व का महत्व तथा उसे मनाने की विधि बताई गई है. ഒരാളും കൂടി വീഡിയോ ഓൺ ചെയ്യാനുണ്ടല്ലോ. ഇത് ആരാണ്? പേരൊന്നും കാണുന്നില്ല. ആരാ അത്? വീഡിയോ ഓൺ ചെയ്യാതെ ക്ലാസ്സിൽ ഇരിക്കുന്നവരാരാ? നിങ്ങൾ കാണുന്നില്ലേ ഒരാളെ? കൃപയാണോ? കൃപേന്റെ പേര് കണ്ടില്ല. വയ്യമോളെ, വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? യെസ്, നോ, ഓക്കെ. വീഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. ഇനി ആരും വീഡിയോ ഓൺ ചെയ്യണ്ട കേട്ടോ. അപ്പൊ ഈ പാഠഭാഗത്തില് ഓരോ ഉത്സവത്തിന്റെയും പ്രാധാന്യം എന്താണെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ പാഠക ഉദ്ദേശം എന്താണ്? पर्वों से जुड़ी प्राचीन मान्यताओं से अवगत कराना तथा पर्वों के संदेश को अपनाने के लिए प्रेरित करना. ഒന്ന്, ഓരോ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഓരോ ഒരു കഥയുണ്ടാവും അതിന്റെ പിന്നിൽ അല്ലെ, ഒരു മഹത്വം, ഒരു കഥയുണ്ടാവും. അപ്പൊ അത് ബോധ്യപ്പെടുത്തുക. പിന്നെ ഓരോ ഉത്സവത്തിന്റെയും സന്ദേശം എന്താണെന്നും പറഞ്ഞു തരിക. ഇതാണ് നിങ്ങൾക്ക് ഈ ഗുഡി പഡ്വ എന്നുള്ള ലെസൺ കൊണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, സെബ പ്ലീസ് വീഡിയോ ഓൺ. ഇനി മിസ് പറയില്ല, ലാസ്റ്റ് വാണിംഗ് ആണ്. സെബ മിസ് എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. വീഡിയോ ഓഫ് ചെയ്തിട്ട് അപ്പൊ ഞാൻ റിമൂവ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. അപ്പോ നോക്കുക, ഈ പാഠഭാഗത്തില് ഒരു കുട്ടി, ആ കുട്ടിയുടെ ഫ്രണ്ടിന് എഴുതിയ ലെറ്റർ ആണിത്. കത്തില്ലേ, കത്ത്. ഇപ്പല്ലേ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുക, കത്ത് അയക്കാറുണ്ടല്ലേ. അപ്പൊ ഒരു കുട്ടി, ഒരു ഭവിക എന്ന് പറയുന്ന ഒരു കുട്ടി, ഭവികയല്ല ഭാവിക, ഭവിക എന്ന് പറയുന്ന ഒരു കുട്ടി, എനിക്ക് വീഡിയോ ഓൺ ചെയ്യാൻ ആക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് സെബ? അവിടെ നെറ്റിന്റെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇവിടെ ഭാവിക എന്ന് പറയുന്ന ഒരു കുട്ടി തന്റെ ഫ്രണ്ടായ ആഭ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് അയച്ച ലെറ്റർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഗുഡി പഡ്വയിലൂടെ പഠിക്കാനുള്ളത്. ഭാവിക എന്ന് പറഞ്ഞ ഒരു കുട്ടി തന്റെ ഫ്രണ്ടായ ആഭ എന്ന് പറഞ്ഞ് തന്റെ ഫ്രണ്ടിന്, സുഹൃത്തിന് എഴുതിയ ലെറ്റർ, കത്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആർക്കയച്ച കത്താന്ന് മനസ്സിലായോ? ഭാവികാനെ आभा को एक पत्र लिखा. फातिमा महबूसा वीडियो ऑन ചെയ്തേ. അപ്പോ ആ ലെറ്റർ എഴുതുമ്പോൾ ആ ലെറ്ററിന്റെ പ്രത്യേകത നോക്കിക്കോളൂ. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തിരിക്കണേ. ഒരു തവണ, ഒരു പ്രാവശ്യം മാത്രം മതി പ്രസന്റ് ടൈപ്പ് ചെയ്യുക. ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതുക എന്താണ്? എവിടുന്നാണോ എഴുതുന്നത് ആ സ്ഥലവും ഡേറ്റും എഴുതണം. കണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ലെസണില് സ്ഥലവും ഡേറ്റും. ഏത് സ്ഥലത്തു നിന്നാണ് ആ കുട്ടി കത്തെഴുതുന്നത്? സ്ഥലത്തിന്റെ പേര് വായിക്കാൻ കിട്ടുന്നുണ്ടോ? ഹൈദരാബാദ്. ഹൈദരാബാദ് എന്നാണല്ലേ. ഹൈദരാബാദ് എന്നാണ് ആ കുട്ടി ലെറ്റർ എഴുതുന്നത്. ഏത് ഡേറ്റിനാണ് എഴുതുന്നത് കാണുന്നുണ്ട്. എപ്പോഴാ? 26 ജൂൺ 2018, 2018 ജൂൺ 26 എഴുതിയ ലെറ്റർ ആണത്.
അദ്വൈത് പേജ് നമ്പർ 32 എടുത്ത് വെച്ചില്ലേ? മിസ് വായിക്കുന്നിടത്ത് തന്നെ ശ്രദ്ധ വേണേ. ഓക്കെ, എല്ലാവരും, അദ്വൈത് മാത്രല്ല, എല്ലാവരും മിസ് വായിക്കുന്ന എവിടെയാണ്. വീട്ടിലെ ഒരാളെയും നോക്കണ്ട നിങ്ങൾ, കാരണം നിങ്ങൾ കുറച്ചെല്ലാം UP സെക്ഷൻ ആയി, കുറച്ച് LP അല്ല, LKG UKG LP അല്ല. നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ കാര്യം ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സ്വയം പര്യാപ്തത നേടാനായി. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ലെസൺ മിസ് വായിക്കുമ്പോൾ നോക്കുക, അല്ലാതെ അമ്മയോട് അച്ഛനോടൊന്നും എടുത്തു തരാനൊന്നും പറയണ്ട. ഓക്കെ, അപ്പൊ അടുത്ത നോക്ക്, അഭിസംബോധന. ലെറ്റർ എഴുതുമ്പോൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ഥലവും ഡേറ്റും ആണ്. അപ്പൊ ഈ ലെറ്റർ കഴിഞ്ഞിട്ട് മിസ് നിങ്ങളോടൊരു ലെറ്റർ എഴുതാൻ പറയും കേട്ടോ. ഈ ലെറ്റർ പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളോടൊരു ലെറ്റർ സജിത മിസ്സിന് അയക്കാൻ വേണ്ടി പറയും. വാട്സപ്പിലല്ല, ശരിക്കും ലെറ്റർ എഴുതി അയച്ചു തരണം. അപ്പൊ ശ്രദ്ധിച്ചോ, ആദ്യം എഴുതേണ്ട കാര്യം എന്താണ്? ലെറ്റർ എഴുതുമ്പോ സ്ഥലവും ഡേറ്റും, നിങ്ങളുടെ വീട് എവിടെയാണോ അതും ഏത് ദിവസമാണോ നിങ്ങൾ എഴുതുന്ന ഡേറ്റും. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അഭിസംബോധന. എന്താ അഭിസംബോധന പറഞ്ഞാൽ അറിയോ? നമ്മളിപ്പോ ഓരോരുത്തർക്ക് കത്തയക്കുമ്പോൾ ഓരോ രീതിയിലാണ് അഭിസംബോധന ചെയ്യുക. ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾക്കാണ് അയക്കുന്നെങ്കിൽ പ്യാരെ, പ്രിയ, സ്നേഹം നിറഞ്ഞ, പ്രിയപ്പെട്ട എന്നയക്കും. അതുപോലെ നമ്മളെ ക്ലാസ് ടീച്ചർക്കോ നമ്മുടെ പ്രിൻസിപ്പാളിനെ അയക്കുമ്പോൾ പ്രിയപ്പെട്ട, സ്നേഹം നിറഞ്ഞ അയക്കുവോ? മിസ് അയക്കാറില്ല, നിങ്ങൾ അയക്കുവോ? പ്രിയപ്പെട്ട അധ്യാപകൻ എന്നാ പറയുവോ? ബഹുമാനപ്പെട്ട എന്ന് പറയും അല്ലേ? ആദരണീയ അധ്യാപകജി, ബഹുമാനപ്പെട്ട എന്ന് പറയും. നമ്മളൊരു ഓഫീസിലേക്ക് ഒരു ഒഫീഷ്യൽ ലെറ്റർ ആകുന്നെങ്കിലോ നമ്മൾ അവിടെ എന്താ പറയാ? ബഹുമാനപ്പെട്ട, അല്ലാതെ പ്രിയപ്പെട്ട, സ്നേഹം നിറഞ്ഞൊന്നും അഭിസംബോധന കൊടുക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ അഭിസംബോധന കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്, നമ്മൾ ആർക്കാണോ ലെറ്റർ എഴുതുന്നത് അതിനനുസരിച്ചാണ് നമ്മള് അഭിസംബോധന റെഡിയാക്കുന്നത്. എന്താ മോനെ അദ്വൈതേ? ലെറ്റർ ഹിന്ദിയിലാണ് എഴുതണ്ടേ? എഴുതണം, മിസ് ഇപ്പൊ പഠിപ്പിച്ചു തരും. അതുകൊണ്ടല്ലേ പറഞ്ഞ ശ്രദ്ധിച്ചിരിക്കാൻ. അമ്മേനെ വിളിക്കണ്ട കേട്ടോ. സ്വന്തമായിട്ട് എഴുതാൻ മിസ് ഇപ്പൊ പറഞ്ഞുതരാം എങ്ങനെയാണ്. പാഠം എടുത്ത് തീരട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം. ഫാത്തിമ മെഹ്ഫൂസിനെ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? ഞാൻ ഇപ്പൊ നിന്റെ വീട്ടിലെത്തും. എന്തിനാ ഈ ഇടക്കിടക്ക് വീഡിയോ ഓഫ് ചെയ്യേണ്ട ആവശ്യം? സെബ എന്നോട് എന്താണ് വ്യക്തമായ കാരണം പറയണം. വീഡിയോ ഓഫ് ചെയ്തിരിക്കാനുള്ള കാരണം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം ക്ലാസ് കഴിഞ്ഞ ഉടനെ. ക്രിസ്റ്റിസിൻഡോ, അപ്പോ അത് മനസ്സിലായല്ലോ. അഭിസംബോധന വ്യത്യസ്ത രീതിയിലാണ്. നമ്മൾ ആർക്കാണോ ലെറ്റർ അയക്കുന്നത് അതനുസരിച്ചായിരിക്കും അഭിസംബോധന വരിക. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ മക്കള് ലെറ്റർ അയക്കുമ്പോ ആദ്യം എന്താ എഴുതുക? സ്ഥലം, രണ്ടാമത്തത് എന്താണ്? ഡേറ്റ്, മൂന്നാമത്തെ എന്താണ്? അഭിസംബോധന, അല്ലേ? ആണല്ലോ. യെസ്. ഇനി നെക്സ്റ്റ്, ഇത് ആർക്ക് എഴുതുന്ന കത്താണ്? ഭാവിക ആഭ എന്ന് പറയുന്ന ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ ആണ്. അപ്പൊ ഇവിടെ നോക്ക്, പ്രിയ സഖി ആഭ, പ്രിയപ്പെട്ട കൂട്ടുകാരി ആഭ. നെക്സ്റ്റ്, തുമാരാ പത്ര മില, തുമാരാ പത്ര മില, നിങ്ങളുടെ കത്ത് കിട്ടി. നിങ്ങൾ എനിക്ക് അയച്ചു തന്ന കത്ത് കിട്ടി. യഹ് ജാൻകർ അച്ഛാ ലഗാ കി തും ഗുഡി പഡ്വാ പർവ് കെ ബാരേ മേ ജാൻനാ ചാഹത്തി ഹോ. ആ കത്തിലൂടെ എനിക്ക് വായിച്ചിട്ട് മനസ്സിലായി എന്താണ്? നിനക്ക് ഗുഡി പഡ്വ എന്ന ഉത്സവത്തെ കുറിച്ച്, ത്യോഹാറിനെ കുറിച്ച്, ഫെസ്റ്റിവലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്ന് നിന്റെ കത്തിലൂടെ എനിക്ക് വ്യക്തമായി. ഈ പത്രമേ, ഈ ലെറ്ററില് मैं गुड़ी पड़वा के बारे में विस्तार से लिख रही हूं. ഈ ലെറ്ററിലൂടെ ഞാൻ ഗുഡി പഡ്വാനിലെ ത്യോഹാറിനെ കുറിച്ച്, ആ ഫെസ്റ്റിവലിനെ കുറിച്ച് വിസ്തരിച്ച് വ്യക്തമായി പറഞ്ഞു തരുന്നു. മനസ്സിലായോ ഫസ്റ്റ് പാരഗ്രാഫ്?
ഫസ്റ്റ് പാരഗ്രാഫ് മനസ്സിലായോ മക്കളെ? ക്ലിയർ ആയോ? ഓക്കെ. ക്ലിയർ ആയില്ലെങ്കിൽ ആയില്ല എന്നൊന്ന് വ്യക്തമായി പറഞ്ഞോ. കൈ ഉയർത്തണമെന്നില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് അവിടെ നിന്ന് ഉറക്കെ പറഞ്ഞോട്ടോ. ഷംവീലിനെ കാണുന്നില്ലല്ലോ. നിങ്ങളുടെ കൈവിരലൊന്നും കൊണ്ട് നിങ്ങളെ വീഡിയോ ഒന്നും മറച്ചു വെക്കണ്ട. ഓക്കെ. അപ്പൊ ആ പാരഗ്രാഫ് കഴിഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫ്. ഗുഡി കാ അർത്ഥ ഹേ. നമുക്ക് എന്താണ് ഗുഡി പഡ്വ എന്നല്ലേ നമുക്ക് അറിയേണ്ടത്? എന്ത് ഫെസ്റ്റിവൽ ആണെന്നല്ലേ അറിയേണ്ടത്? ഗുഡി കാ അർത്ഥ ഹേ ധ്വജ്. ഗുഡി എന്നതിന്റെ ശരിയായ മീനിങ് ആണെന്ത്? ധ്വജ്. ധ്വജ് മീൻസ് ഫ്ലാഗ്. കേട്ടിട്ടില്ലേ? മുമ്പേ പഠിച്ചിട്ടില്ലേ വേർഡ്? ധ്വജ് ഫ്ലാഗ് കൊടി അല്ലെ? പതാക യാ പതാക. और पडवा का अर्थ तिथि. തിഥി എന്ന് പറഞ്ഞാൽ ഡേറ്റ്, താരീഖ്, ഡേറ്റ്. മനസ്സിലായോ? ഫാത്തിമ മിസ് പറഞ്ഞ കേൾക്കുന്നില്ല മോളെ? യെസ്. അപ്പോ ഗുഡി പഡ്വ എന്നുള്ള മീനിങ് മനസ്സിലായോ? ഗുഡി എന്ന് പറഞ്ഞാല് പതാക, പഡ്വ എന്ന് പറഞ്ഞാല് തിഥി, ഡേറ്റ്. അപ്പൊ ഏതോ ഒരു ഡേറ്റിന് ഉയർത്തിയ ഫ്ലാഗ് ആണ് ഈ ഗുഡി പഡ്വ. അതെന്താന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഗുഡി പഡ്വ ചൈത്ര മാസ് की शुक्ल प्रतिपदा को मनाया जाता है. ഇനി ഈ ഗുഡി പഡ്വ ഏതു മാസത്തിലാണ് ഫെസ്റ്റിവൽ നടത്തുന്നതെന്ന് അറിയോ? ചൈത്ര മാസത്തിൽ. നമുക്ക് ചൈത്ര മാസം എന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലെ? നമുക്കറിയാം എന്ത്? ജൂണിൽ സ്കൂൾ തുറക്കും അല്ലെ? ജൂണിൽ സ്കൂൾ തുറക്കും, ഏപ്രിൽ മെയ്യില് സ്കൂൾ അടക്കും അല്ലെ? ഫസ്റ്റ് നമുക്ക് ഇത് ഇയർ തുടങ്ങുന്നത് ജനുവരി, ഫെബ്രുവരി ഇങ്ങനെയുള്ള മാസങ്ങൾ നമുക്ക് അറിയാം. പിന്നെ ഇതാണ് ഇംഗ്ലീഷ് മാസങ്ങൾ അല്ലെ? അതിന് ഇംഗ്ലീഷ് മാസങ്ങൾ എന്നാ പറയാ. പിന്നെ മലയാള മാസങ്ങൾ നിങ്ങളുടെ വീട്ടില് മുതിർന്നവരുണ്ടെങ്കിൽ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ചിങ്ങം, കന്നി, കേട്ടിട്ടില്ലേ? കർക്കിടകം കേട്ടിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, മകരം, കുംഭം, മേടം. യെസ് ക്രിസ്റ്റി. അപ്പൊ നോക്ക്, ഈ ചൈത്രം എന്ന് പറഞ്ഞ നമ്മള് വീട്ടില് കലണ്ടർ ഇല്ലേ? ഇപ്പൊ നോക്കാൻ പോണ്ട, ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കുക. കലണ്ടർ എടുക്കുക. കലണ്ടർ ഇല്ലേ വീട്ടില്? ഫോണിലല്ല, കലണ്ടർ ഉണ്ടാവും വീട്ടില് ചുമരിന് തൂക്കിയിട്ടിട്ട്. കലണ്ടറില് ഓരോ മാസത്തിന്റെയും വലത് സൈഡില് എഴുതിയിട്ടുണ്ടാവും മുകളില്. ചൈത്രം, വൈശാഖം, ആഷാഢം, ജ്യേഷ്ഠം അങ്ങനെ മാസങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താണ് കണ്ടിട്ടുണ്ട് എന്നാ? ഓക്കെ. അപ്പൊ അതുപോലെ ഈ ചൈത്രമാസം വേറെ ഏകദേശം ഏപ്രിൽ മാസത്തിലാണ് ഈ ചൈത്രമാസം. അപ്പൊ ആ ചൈത്രമാസത്തിലാണ് ഈ ഗുഡി പഡ്വ എന്ന് പറയുന്ന ഫെസ്റ്റിവല് നടത്തുന്നത്. ഏകദേശം ഏപ്രിൽ മാസം. കേട്ടല്ലോ? കേട്ടോ? ഓക്കെ. അദ്ദേഹത്തെ ഫോണിന് കവർ എന്തോ ചെയ്തു വെച്ചു. എന്റെ കയ്യിൽ ഓൺലൈനിൽ അടിയുണ്ട് കേട്ടോ. ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ലാന്നേല്ലോ. മിസ് ഒരു അടി തരാനുണ്ട് ഓൺലൈനായിട്ട്. ചുമരിന് അടിക്കും തല. കേട്ടാ? അപ്പൊ നോക്ക്, ऐसी मान्यता है कि ब्रह्मा जी ने इसी दिन सृष्टि की रचना ആരംഭിച്ചത്. ഒരു കഥ എന്താണ്? ബ്രഹ്മാവ് ഈ ദിവസമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള ഒരു കഥ, ഒരു പഴമൊഴി ഉണ്ട്. ഇനി ബാക്കി നമുക്ക് നോക്കാം. ഗുഡി പഡ്വ മിസ് വായിക്കുന്നത് ബ്രാക്കറ്റ് ചെയ്ത് വെച്ചോ. നമ്പർ 1 മിസ് വായിക്കുമ്പോൾ തന്നെ മാർക്ക് ചെയ്തോ. പിന്നെ എവിടെയാണ് എത്രാമത്തെ ലൈനാന്ന് പറയാൻ നിൽക്കണ്ടല്ലോ. ഗുഡി പഡ്വ തുടങ്ങുന്ന പാരഗ്രാഫ് മാർക്ക് ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഗുഡി പഡ്വ ആന്ധ്രാപ്രദേശ്
മാർക്ക് ചെയ്തേ ബ്രാക്കറ്റ് ചെയ്ത് വെച്ചേ. ഗുഡി പഡ്വാൻ തുടങ്ങുന്ന ബ്രാക്കറ്റ് ചെയ്തിട്ട് നമ്പർ 1 ഇട്ട് വെച്ച് സ്വന്തം. അതിന്റെ പേന എവിടെ? എത്ര വരെയാ? മിസ് പറഞ്ഞുതരാം. ഗുഡി ആഷിൻ മാർക്ക് ചെയ്തോ? ഗുഡി പഡ്വ. ആരും തിരിഞ്ഞു നോക്കണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിന് ചോദിച്ചോളൂ. ഗുഡി പഡ്വ ആന്ധ്രാപ്രദേശ്, കർണാടക और महाराष्ट्र का लोकप्रिय पर्व है. അതുവരെ മാർക്ക് ചെയ്തോ? ലോകപ്രിയ पर्व है. ഫസ്റ്റ് സെന്റൻസ് മുഴുവനും ഫുൾ സ്റ്റോപ്പ് വരുന്നിടത്ത് വരെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഫസ്റ്റ് സെന്റൻസ് ആ സെന്റൻസ് ഫുള്ള് മാർക്ക് ചെയ്യാം. നമ്പർ 1 മിസ് ഒന്നുകൂടി വായിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് ചെയ്യണം. ഗുഡി പഡ്വ ആന്ധ്രാപ്രദേശ്, कर्नाटक और महाराष्ट्र का लोकप्रिय पर्व है. नंबर 1 क्वेश्चन नंबर 1 അവിടെ ഇട്ടോക്ക്. അത് എഴുതിയാ? ക്വസ്റ്റ്യൻ നമ്പർ 1 ഇട്ട് വെച്ചോ? മനസ്സിലായോ എത്ര വരെയാന്ന്? ഒരു സെന്റൻസ്. ഓക്കെ. അപ്പൊ എന്താ അതിനർത്ഥം? ഈ ഗുഡി പഡ്വ ആന്ധ്രാപ്രദേശിലെ, കർണാടകത്തിലെ, അതുപോലെ മഹാരാഷ്ട്രയിലുള്ള പേര് കേട്ട ഒരു ഫെസ്റ്റിവൽ ആണിത്. എവിടെയൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? ഗുഡി പഡ്വ पर्व किन प्रदेशों में मनाया जाता है? ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഗുഡി പഡ്വ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്? അപ്പൊ അതിന്റെ ആൻസറും കിട്ടിയല്ലോ. ഗുഡി പഡ്വ ആന്ധ്രാപ്രദേശ്, कर्नाटक और महाराष्ट्र का लोकप्रिय पर्व है. ക്ലിയർ ആയോ മക്കളെ? Yes. Second question. ഫാത്തിമ മെഹൂസ വീഡിയോ ഓൺ ചെയ്തേ. ഇതിനിടക്ക് വീഡിയോ ഓഫ് ചെയ്യുന്നേ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇല്ല, ഇതിന്റെ ബാക്കി പറയട്ടെ, അപ്പൊ മിസ് പറഞ്ഞുതരും ഏതാണ്. നെക്സ്റ്റ് വേർഡ് സെന്റൻസിന്റെ മീനിങ് പറയാണ്. इसी पर्व के साथ हिंदू नववर्ष की शुरुआत होती है. इसी पर्व के साथ हिंदू നവവർഷ की शुरुआत होती है. ഈ ഉത്സവത്തിനോടെയാണ് നവവർഷം, പുതുവത്സരം ആരംഭിക്കുന്നു എന്ന് ഒരു കൂട്ടം. ഓക്കെ. ഇസേ വർഷ പ്രതിപദ, ഉഗാദി, നവ സംവത്സർ और युगादि भी कहा जाता है. അത് ഇത് കണ്ടിട്ടില്ലേ? എവിടെ എത്തിയത്? മിസ് വായിക്കുന്ന കണ്ടില്ലേ? इसी पर्व के साथ हिंदू नववर्ष की शुरुआत होती है. इसे वर्ष प्रतिपदा, उगादि, नव संवत्सर और युगादि भी कहा जाता है. ഈ 4 പേരുകളിലും ഈ ഗുഡി പഡ്വ എന്ന് പറഞ്ഞ ത്യോഹാർ അറിയപ്പെടുന്നുണ്ട്. എന്താ അതിന്റെ മീനിങ്? ഉഗാദിന് തന്നെ ഈ വിളവെടുപ്പ്, പുതുവത്സരം, ഇങ്ങനെയൊക്കെ പല പേരുകളിലാണ് ഗുഡി പഡ്വ എന്ന് പറയുന്ന ഫെസ്റ്റിവല് ആഘോഷിക്കുന്നത്. ആ പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ് പേജ് നമ്പർ 33. പേജ് നമ്പർ 33. മിസ് എത്ര വരെ ക്ലാസ് കഴിയുമ്പോൾ എത്ര വരെ എടുത്തിട്ടുണ്ടോ അത്ര വരെ നെക്സ്റ്റ് ക്ലാസ് 11:30 ഇതുപോലെ എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ്സിൽ ഇരിക്കണം. ക്ലാസ്സിലേക്ക് വരുമ്പോഴേ ഒരു 1-2 പ്രാവശ്യം വായിച്ചിട്ട് വരിക. മിസ് കുറച്ച് പേരെ വായിപ്പിക്കും കേട്ടോ. ഓക്കെ. एक मान्यता के अनुसार इसी दिन, पेज नंबर 33,
ഏറ്റവും മുകളിൽ മിസ് വായിക്കുന്നുണ്ട്. അവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഏക് മാന്യത കെ അനുസാർ ഇസി ദിൻ. കണ്ടോ നിങ്ങള്? അത്ര വരെ കണ്ടോ? അതിന്റെ ബാക്കി അവിടെ മാർക്ക് ചെയ്തോ. നമ്പർ 2, ക്വസ്റ്റ്യൻ നമ്പർ 2ന്റെ ആൻസർ. ഭഗവാൻ श्रीराम ने दक्षिण में रहने वाले लोगों को भाली के अत्याचारों से मुक्ति दिलाई थी. മാർക്ക് ചെയ്. ഒരു ബ്രാക്കറ്റ് ഇട്ട് വെച്ചാൽ മതി. അത് അടിയിൽ അണ്ടർലൈൻ ചെയ്യണമെന്നില്ല. തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ബ്രാക്കറ്റ് ഇടുക, ക്ലോസ് ചെയ്യുന്ന എടുക്കുകയും ബ്രാക്കറ്റ്. ഭഗവാൻ ശ്രീരാമൻ തുടങ്ങുന്നത് ആ പാരഗ്രാഫ് ലാസ്റ്റ് വരെ. भगवान श्री राम ने दक्षिण में रहने वाले लोगों को बाली के अत्याचारों से मुक्ति दिलाई थी. इसी खुशी में हर घर में गुड़ी अर्थात विजय पताका फहराई गई थी. അത്ര വരെ. വീഡിയോ ഓഫ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ മാർക്ക് ചെയ്യാനല്ലേ പറഞ്ഞുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ ഏതാ? നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2. ഭഗവാൻ ശ്രീറാമിനെ തുടങ്ങുന്നത് ഫഹരായി ഗയീധി വരെ. ആശന അടയാളപ്പെടുന്നില്ലേ സ്വന്തമായിട്ട് തന്നെ? ആരും ഹെൽപ്പിന് കൂട്ടിയില്ലല്ലോ. യെസ്. അപ്പൊ മിസ് പറഞ്ഞുതരാം. ഇനി വേറൊരു കഥയുണ്ട് ഈ ഗുഡി പഡ്വയുമായിട്ട്, ഈ ഫെസ്റ്റിവലുമായിട്ട് വേറൊരു കഥ. എന്താണ്? ഭഗവാൻ ശ്രീരാമനുമായിട്ട്, അതായത് ബാലിയുടെ ആക്രമണത്തിനെതിരെ മോചനം കിട്ടിയപ്പോൾ, ബാലിയുമായിട്ട് ശ്രീരാമൻ യുദ്ധത്തിന്റെ അവസാനം മോചനം നേടിയപ്പോൾ ആ സന്തോഷത്തിന്റെ പേരിലാണ് ഈ ഗുഡി പഡ്വ, അതായത് വിജയ പതാക ഉയർത്തിയത്. ആ ഡേറ്റിന് ഒരു പതാക, ഒരു ധ്വജ, ഒരു ഫ്ലാഗ് ഉയർത്തി. അന്ന് മുതലാണ് എന്ത് ആഘോഷിക്കുന്നത്? ഗുഡി പഡ്വ. ആ ആക്രമണത്തിൽ നിന്ന് മോചനം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഈ ഗുഡി പഡ്വ ഈ ഫെസ്റ്റിവല് ആഘോഷിക്കുന്നത് എന്ന് ഒരു കൂട്ടർ പറയുന്നു. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താ ക്വസ്റ്റ്യൻ അറിയോ? गुड़ी पड़वा पर्व से जुड़ी किसी एक मान्यता के बारे में लिखो. ഈ ഗുഡി പഡ്വയുമായി ബന്ധപ്പെട്ട്, ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ഒരു കഥ, ഇതിന് പിറകിലുള്ള ഒരു കഥ, ഏതെങ്കിലും ഒരു കഥ, അതുമായി ബന്ധമുള്ള ഒരു കഥ എഴുതാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ അത് എഴുതി. എന്ന് ശ്രീരാമനും ബാലിയുമായുള്ള ആക്രമണത്തിലെ വിജയിച്ചതിന്റെ ഭാഗമായിട്ട് ഉയർത്തിയ പതാകയാണ്, വിജയ പതാകയാണ് എന്ത്? ഗുഡി പഡ്വ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തല്ലോ. അപ്പം മിസ് പറഞ്ഞതിന്റെ മീനിങ് മനസ്സിലായില്ലേ? എന്താണ് ഗുഡി പഡ്വ ആഘോഷിക്കുന്നതിന്റെ കഥ? അത് എഴുതാനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അതിന്റെ ബാക്കി നോക്ക്. गुड़ी पड़वा से जुड़ी दूसरी मान्यता यह है कि शालिवाहन नाम का एक कुंभकार था, जिसके पुत्र ने मिट्टी से सैनिकों की एक सेना बनाई. और फिर रानी छिड़ककर उस सेना में प्राण फूंक दिए. इसी सेना की मदद से उसने शक्तिशाली शत्रुओं का नाश कर विजय प्राप्त की. इस विजय के प्रतीक रूप में शालिवाहन शक का भी आरंभ हुआ. മിസ് വായിച്ചത് എത്രാമത്തെ പേജിൽ എത്രാമത്തെ പാരഗ്രാഫാന്ന് പറയാമോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കണ്ടേ? പേജ് നമ്പർ എല്ലാവരും ഉറക്കെ പറഞ്ഞേ. പേജ് നമ്പർ 33. എത്രാമത്തെ പാരഗ്രാഫാ മിസ് ഇപ്പൊ വായിക്കുന്നത്? സെക്കൻഡ് പാരഗ്രാഫ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇടക്കിടക്ക് ചോദിക്കും നിങ്ങളോട് കേട്ടോ. അപ്പോ
ഇനി അടുത്തത് വേറൊരു കഥ ഇതിന്റെ പിറകിലുണ്ട്. എന്താ മോനെ ആഷിൻ? വാട്ട് ഹാപ്പൻ? മിസ്സേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറിന്റെ ലാസ്റ്റ് ദിലായി തീ വരെയാണോ അതോ ഫഹറായി ഗയീതി വരെ? ആ പാരഗ്രാഫ് അവസാനിക്കുന്നത് വരെയും മാർക്ക് ചെയ്യണം. ആ കഥ മുഴുവൻ നമുക്ക് എഴുതണ്ടേ? അതിന്റെ പിറകിലുള്ള ഒരു കഥ. അതേ ഇല്ലു ചെറുത്, ബാക്കിയുള്ളതെല്ലാം കുറച്ച് വലിയ കഥയാണ്. അതുകൊണ്ടാണ് ഞാൻ എന്താണ് മിസ്സെന്ന് വിളിച്ചല്ലോ. ആരോ? ആഷൻ കറക്റ്റ് ആക്കിയോ? ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ക്ലാസ് ഇപ്പൊ കട്ടാവാറായി. അപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫ് മുതൽ എന്താണ്? അമ്മയാണോ? ആരാണ്? മനസ്സിലായില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എവിടം വരെയാ? ആ പാരഗ്രാഫ് ലാസ്റ്റ് വരെ ഫഹരായി ഗയീഥിന്ന് വരെ, കൊടി ഉയർത്തി വരെയുള്ളത്. അപ്പൊ നെക്സ്റ്റ് പാരഗ്രാഫ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ അത്രയും നിങ്ങൾ വായിച്ചിട്ട് വരണം അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും. 11:30 ക്ലാസ്സിൽ ഇതുപോലെ എല്ലാവരും പ്രസന്റ് ആയിരിക്കണം. എന്നാലും നമുക്കൊരു രസമുള്ളൂ. ടീച്ചേഴ്സിനായത് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രസന്റ് ആയി കഴിഞ്ഞാൽ ഒരു സന്തോഷമല്ലേ നിങ്ങളെ കാണുമ്പോഴേ. പകുതി പേര് ഇങ്ങനെ സർക്കിറ്റ് അടിച്ചു പോവും, കുറെ പേര് ചുമ്മാ വീട്ടിലിരുന്നിട്ട് എനിക്ക് മറന്നുപോയി എന്നൊക്കെ പറയും. അങ്ങനെ ആവരുത്. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ മിസ്സിന് എന്തൊരു സന്തോഷം എന്നറിയാം. കാരണം ഇന്ന് മുതൽ അദ്വൈത് തനിച്ചാണ്. അല്ല അദ്വൈതേ ഇന്ന് മുതൽ ഒരാളും നമ്മൾ അടുത്ത് ആരെയും നമ്മളെ സഹായിക്കാൻ വേണ്ടി വേണ്ട. കാരണം നമ്മൾ 5ാം ക്ലാസ്സിൽ എത്തി അല്ലേ, UP സെക്ഷൻ ആയി. അപ്പൊ LKG കുട്ടികളെ പോലെ ഇതെഴുത്, അത് മാർക്ക് ചെയ്, ഇതൊന്നും പേരൻസിനെ കൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ട കേട്ടോ. നിങ്ങളൊക്കെ സ്വന്തം ചെയ്യണം. അവരവരുടെ ഹോംവർക്ക് ചെയ്യുക, ടെക്സ്റ്റ് നോട്ടും വൃത്തി അടുക്കിൻ ചിട്ടയോടെ പെറുക്കി വെക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ. അല്ലാതെ നിങ്ങൾ അത് എഴുതി ടെക്സ്റ്റ് ബുക്കും വലിച്ചു ചാടിയിട്ട് അത് അമ്മയോട് എടുത്തു വെച്ചോ എന്ന് പറയരുത്. എത്ര പേര് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് നോക്കട്ടെ. മിസ് സെലക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഓരോരുത്തരെയും. വീട്ടിലെ വിളിച്ച് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. യെസ് ദേവാഞ്ജന, വെരി ഗുഡ്. അവരുടെ ബുക്ക്